നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളത്. ഓഗസ്റ്റ് 10 കമ്മീഷൻ തീരുമാനപ്രകാരം പ്രിലിംസിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നു. എന്നിട്ടും ഇതുവരെയും റിസൾട്ട് വന്നില്ല. ഇന്ന് ഓഗസ്റ്റ് മാസം 13 ഇന്ന് റിസൾട്ട് വരുമോ എന്ന കൺഫ്യൂഷനിൽ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ഇന്ന് റിസൾട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 80% ഉണ്ട്. ഓഗസ്റ്റ് 10 യോഗം തീരുമാനിച്ചു. നമ്മൾ പിറ്റേ ദിവസം 11-ാം തീയതി റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു, വന്നില്ല. കഴിഞ്ഞ ദിവസം പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഇനി ഇന്നും നാളെയും ഈ ഒരാഴ്ച തന്നെ റിസൾട്ട് വരും എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത്. ഇനി ഇന്നും നാളെയുമാണ് ബാക്കിയുള്ളത്. ശനിയാഴ്ച വീണ്ടും പബ്ലിക് ഹോളിഡേ ആണ്, നമുക്കറിയാം, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് ഇന്ന് വൈകിട്ടോടകം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇന്നല്ലെങ്കിൽ നാളെ 13, 14 തീയതികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. 14-ാം തീയതിക്കുള്ളിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും തിങ്കളാഴ്ച ഓഗസ്റ്റ് 10-ാം തീയതി PSC യോഗം കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു? ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ജയിലർ, അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളും ഉണ്ടായിരുന്നു. SI, എക്സൈസ് ഇൻസ്പെക്ടർ, എല്ലാ പരീക്ഷയുടെയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ പരീക്ഷയാണ് ഡിഗ്രി ലെവൽ മെയിൻസിൽ ആദ്യം വരാനായിട്ട് പോകുന്നത്. അത് സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഒരു മാസം മുന്നേ എങ്കിലും റിസൾട്ട് പ്രസിദ്ധീകരിക്കണം. ഓഗസ്റ്റ് 14 അകം റിസൾട്ട് വരും എന്നുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 റിസൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, കട്ട് ഓഫ് എന്ന് പറയുന്നത് 35+ ഉള്ളവർ റിസൾട്ട് എത്രയും വേഗം വരും. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയോടകം റിസൾട്ട് വരും. അപ്പോൾ 35 മാർക്കിന് മുകളിലുള്ളവർ മടിച്ചിരിക്കാതെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 40+ ഉള്ളവരൊന്നും ഇനി ഒട്ടും വൈകിക്കാനായിട്ടും പാടില്ല. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റൊക്കെ ഒരു 35+ ഉള്ളവർ സേഫാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക്, മറ്റ് ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്കൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയിട്ട് സമഗ്രമായിട്ടുള്ള ക്ലാസ്സുകൾ 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളിടും, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇടും. റിവിഷൻ, കറണ്ട് അഫേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ ഭാഗങ്ങളും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്തായിരിക്കും അപ്ഡേറ്റ്, കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം വരുന്നത്. അതിനുശേഷം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. എത്രയും വേഗം പഠിച്ചിട്ട് ഡിഗ്രി മെയിൻസിൽ ഒരു നല്ല ലിസ്റ്റിലേക്ക്, ഒരു നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും. അത് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്ത് കയറുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ വരുന്നതായിരിക്കും. എല്ലാവരും അവരുടെ പഠനം ആരംഭിച്ചു കൊള്ളുക. റിസൾട്ട് വന്നിട്ട് പഠിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഒരു ദിവസം മുന്നെയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് അത്രത്തോളം നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് സഹായിക്കും. താങ്ക്